ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഇലയപ്പത്തിന് ഒരു ഗോതമ്പ് പൊടി റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന മാവാണ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലത്തേക്ക് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവിന് എടുത്തില്ലെങ്കിലും അതിൻ്റെ പകുതി അളവിന് ഞാൻ അരിപ്പൊടിയും കൂടെ ചേർക്കും. ഇതിനെ നന്നായിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കുഴയ്ക്കണം. അപ്പോൾ നമ്മളെ മാവ് തയ്യാറായി. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇങ്ങനെയുള്ള ഈ പരുവത്തിൽ എടുക്കണം. അപ്പോൾ നമുക്ക് പരത്താൻ എളുപ്പമുണ്ട്. അതിൻ്റെ തേങ്ങയും തിരികെ ശർക്കരയും ചെറുകി വെക്കാം. അപ്പോൾ ശർക്കര ചെറുകി വെച്ചിട്ടുണ്ട്, തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. അപ്പോൾ ഇലയിലേക്ക് ശകല എണ്ണ തടകിയിട്ട് നമ്മൾ ഇത് പരത്തുമ്പോൾ അത് ഇലയിൽ നിന്ന് ഇളകി വരാനുള്ള ഒരു ഉണ്ടാവും. പച്ചമാവ് കട്ട് തിന്നുന്ന മോളാണ് ഇപ്പോൾ ഒന്ന് തല കാണിച്ചിട്ട് പോയത്. അപ്പോൾ ഇത്രയും മാവട്ടെ നമുക്ക് പരത്താം. ഉച്ചയ്ക്കുള്ള എൻ്റെ ഇടവേള സമയത്താണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്തത്. അപ്പോൾ 2 മണിക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ സൈറ്റിലെത്തണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ വെപ്രാളപ്പെട്ട് സ്പീഡിൽ ചെയ്ത് അടുപ്പത്താക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ വൈകുന്നേരം ഒരു കല്യാണമുണ്ട്, ഡോക്ടർ കോപികയുടെ കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ അതിന് വൈകുന്നേരം വന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അപ്പം 4 മണിക്ക് ശേഷം ഞാൻ പിന്നെ ബാക്കി ജോലികളെല്ലാം റെഡിയാക്കിയിട്ടാണ് എനിക്ക് കല്യാണത്തിന് പോകാൻ. അപ്പോൾ ഇന്ന് ഒരു കല്യാണം കൂടെ കൂടുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ ചേർക്കും. ഇതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് ഇതാണ് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോയ ഗ്യാപ്പിനിടയിൽ അവൾ എടുത്തതാണ് കുഞ്ഞ്. അതുകൂടെ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. നോക്കാം. 2 മണിക്ക്. അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ വെച്ചതാണ്, ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഇതിരുന്ന് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ 4 മണിക്ക് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. മോളുണ്ട്, ഓഫ് ചെയ്ത് അവൾ വയ്ക്കും. അപ്പോൾ വൈകുന്നേരം ചായ പാലാഴിത്തിരയിലൊഴുകും നാലിലക്കണ്ണ, ഞാനൊരു കന്നിമുക്കോ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് നീ. അപ്പോൾ കല്യാണത്തിന് പോയി പാർട്ടി പെൺകുട്ടിയൊന്നും എടുക്കാൻ പറ്റിയില്ല, അത്ര തിരക്കാണ്. മണ്ണിട്ട കാണില്ല, അങ്ങനെ അത്രയ്ക്ക് നല്ല വലിയ തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ലവ് യു.